ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബ്രോക്കറായിട്ടുള്ള സെറോദ സ്റ്റോക്കുകളിൽ SIP ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനുമായിട്ട് വന്നിട്ടുണ്ട്. ആ ഓപ്ഷനെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലളിതമായിട്ട് പറഞ്ഞു തരുന്നത് ഞാനാണ്. ഒരു നിശ്ചിത ദിവസം, ഒരു മാസത്തിൻ്റെ ഒരു നിശ്ചിത ദിവസം, ഒരു നിശ്ചിത എമൗണ്ട് ഒരു ഫണ്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു പോകുന്ന ഒരു സംവിധാനത്തിനെയാണ് SIP അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുക. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന് നമ്മൾ പരമാവധി കേട്ടിട്ടുള്ള എവിടെയാണ്? മ്യൂച്വൽ ഫണ്ടുകളുടെ കാര്യത്തിലാണ് അല്ലേ. നമ്മുടെ റുപ്പിമംഗ് ചാനലിൽ വളരെയധികം വീഡിയോകൾ മ്യൂച്വൽ ഫണ്ട് SIPകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രോക്കറായിട്ടുള്ള സെറോദ നമ്മൾക്ക് മ്യൂച്വൽ ഫണ്ടുകൾക്ക് പുറമെ സ്റ്റോക്കുകളിലും SIP ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റോക്കുകളിൽ SIP ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ സെറോദയുടെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുക്കണം. അത് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള സെറോദയുടെ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാം. ഡിമാറ്റ് അക്കൗണ്ട് ഇന്ത്യക്കാരനായിട്ടുള്ള ആളുകൾക്ക് എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറോദ ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാനും ആ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആധാർ കാർഡും പാൻ കാർഡിൻ്റെയും ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ ഇലക്ട്രോണിക് കൺഫർമേഷൻ വഴി ഈ KYC ചെയ്യുക വഴി നിങ്ങൾക്ക് ഏകദേശം 2-3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് KYC കംപ്ലീറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തൊട്ടടുത്ത ദിവസം തന്നെ തുടങ്ങാനുമായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സെറോദയിലുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് സെറോദയിൽ അക്കൗണ്ട് ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ഒരു നല്ല സ്റ്റോക്കുകളിൽ തുടർച്ചയായിട്ട് ഓരോ മാസവും ചെറിയ രീതിയിൽ നിക്ഷേപിച്ച് വലിയൊരു നേട്ടം നേടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഞാൻ കഴിഞ്ഞ കൊറോണ സമയത്ത് ചെറിയൊരു മാർക്കറ്റിന് താഴ്ചയുണ്ടായപ്പോൾ ഞാനിങ്ങനെ ഒരു SIP രീതിയിൽ നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങി വളരെയധികം ലാഭം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. അത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ കുറച്ച് നല്ല കമ്പനികളുടെ സ്റ്റോക്കുകൾ വാങ്ങി തുടർച്ചയായി വാങ്ങി വലിയൊരു സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്കുകളിൽ ഈ SIP ചെയ്യുന്നത് ഒരു 100% എഫിഷ്യൻ്റ് ആണെന്നുള്ളൊരു അഭിപ്രായം ഇല്ല എന്നുണ്ടെങ്കിലും നമ്മൾക്ക് കയറി പോകുന്ന മാർക്കറ്റിലോ അല്ലെങ്കിൽ ഇറങ്ങി വരുന്ന മാർക്കറ്റിലൊക്കെ നമ്മൾക്ക് ചെറിയ ചെറിയ അളവിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് SIP മോഡിൽ ചെയ്യുന്നത് നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അങ്ങനെ ചെയ്യുന്നതോടൊപ്പം തന്നെ മാർക്കറ്റ് കാര്യമായിട്ട് വീഴുന്ന സമയത്ത്, മാർക്കറ്റ് ഫോൾ ചെയ്യുന്ന സമയത്ത്, മാർക്കറ്റ് തകരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു അഡീഷണൽ ആയിട്ടുള്ള എമൗണ്ട് ലംസം രീതിയിൽ പർച്ചേസ് ചെയ്യാനും കൂടെ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തിരിച്ച് കയറുമ്പോൾ വളരെ വലിയ ലാഭം കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 10-12 വർഷമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിക്ഷേപിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ ഡിപ്പിലും ഓരോ താഴ്ചയിലും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലിയ നേട്ടം, നമ്മളുടെ ഡെപ്പോസിറ്റുകളൊക്കെ തരുന്നതിൻ്റെ ഇരട്ടിയിലധികമൊക്കെ നേട്ടം ഓരോ വർഷവും നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മെത്തേഡ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സെറോദയിൽ എങ്ങനെയാണ് ഈ SIPകൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സെറോദയുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെറോദയുടെ കൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ ഈ ഫങ്ഷനാലിറ്റി ഇല്ല. നിങ്ങൾക്ക് kite.zerodha.com എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഈ സെറോദയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾ കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മെനു സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് SIP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ അതിൽ കാണാം. അങ്ങനെ SIP എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഉള്ള SIPകൾ അവിടെ ലിസ്റ്റ് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ന്യൂ SIP എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബട്ടൺ, നടുവിലൊരു ബട്ടൺ ഉണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ SIPയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഒരു SIPയിൽ 3
സെറ്റ് ഓഫ് സ്റ്റോക്കുകൾ നമുക്ക് 3 വരെ സെറ്റ് ഓഫ് സ്റ്റോക്കുകൾ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനെയാണ് പറയുന്നത് ബാസ്ക്കറ്റ് എന്ന് പറയും. അതായത് ഒരു SIPക്കകത്ത് 1, 2, 3 ബാസ്ക്കറ്റുകൾ ചേർക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു SIPയിൽ പുതിയൊരു ബാസ്ക്കറ്റ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ആഡ് ന്യൂ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ പുതിയ ബാസ്ക്കറ്റിന് ഒരു പേരും കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ. അങ്ങനെ ആ ബാസ്ക്കറ്റിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ രീതിയിൽ ഇപ്പോൾ റിലയൻസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിലയൻസിൻ്റെ സ്റ്റോക്ക് വരും. അങ്ങനെ സ്റ്റോക്ക് സെലക്ട് ചെയ്യുക. 1, 2 സ്റ്റോക്കുകൾ അല്ലെങ്കിൽ 5, 6 സ്റ്റോക്കുകളുള്ള ഒരു കൂട്ടത്തിനെ നമുക്കൊരു ബാസ്ക്കറ്റ് എന്ന് വിളിക്കാം. അങ്ങനെ ഒരു ബാസ്ക്കറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബാസ്ക്കറ്റ് നമുക്ക് ഈ SIPയുമായിട്ട് ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് ദിവസമാണ് ഈ ഓരോ മാസത്തിൻ്റെയും ഏത് ദിവസമാണ് നിങ്ങൾ ഈ SIP എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുക. അങ്ങനെ ആ ദിവസവും ഏത് സമയത്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുക. ആ സമയവും സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന ദിവസം ആ ബാസ്ക്കറ്റിലുള്ള സ്റ്റോക്കുകൾ ആ സമയത്തെ വിലയ്ക്ക്, ആ സമയത്തെ മാർക്കറ്റ് വിലയ്ക്ക് അത് എക്സിക്യൂട്ട് ആവുകയും നമ്മളുടെ ട്രേഡിംഗ് അക്കൗണ്ടിലെ ബാലൻസ് അതിനായിട്ട് ഡിഡക്റ്റ് ആവുകയും ചെയ്യും. അങ്ങനെ ബാലൻസ് ഡിഡക്റ്റ് ആവുകയും നമ്മൾക്ക് ആ വിലയിലുള്ള സ്റ്റോക്കുകൾ നമ്മളുടെ പൊസിഷനിൽ വരും. അതോടൊപ്പം തന്നെ നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ അടുത്ത ദിവസം മുതൽ റിഫ്ലക്റ്റ് ആവാനും തുടങ്ങും. ഇനി നിങ്ങൾക്ക് ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാൻഡേറ്റ് കൊടുക്കുക വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിൽ നിങ്ങൾക്ക് അക്കൗണ്ടുമായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ടുള്ളൊരു ഫണ്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും. അതിനായിട്ട് കൺസോൾ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിൽ പോയിട്ട് ഒരു മാൻഡേറ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് SIP നിങ്ങൾക്ക് സെറോദയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. 1-2 സംശയങ്ങൾക്കും കൂടെ ഉത്തരം ഞാൻ പറയാം. അതായത് ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും 5-ാം തീയതി ഈ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണം. നമ്മുടെ SIP 5-ാം തീയതിയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. 5-ാം തീയതി മുടക്ക് ദിവസമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത ട്രേഡിംഗ് ഡേയിലാണ് ഇത് എക്സിക്യൂട്ട് ആവുക. ഇൻ കേസ് പൈസ ഇല്ല, ട്രേഡിംഗ് അക്കൗണ്ടിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാങ്ക് മാൻഡേറ്റും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മാസത്തെ SIP എക്സിക്യൂട്ട് ആവില്ല എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വയ്ക്കുക. ഒരാൾക്ക് 20 SIP വരെ ഒരേ സമയം ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഒരു SIPയിൽ 3 ബാസ്ക്കറ്റ് വഴി വരെ നിങ്ങൾക്ക് ചേർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനൊന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾക്ക് SIP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു സ്പെസിഫിക് ദിവസം എക്സിക്യൂട്ട് ചെയ്യുന്ന ഓർഡറിനെ നമുക്ക് SIP എന്ന് വിളിക്കാം. ആ SIPക്കകത്ത് 3 വരെ ബാസ്ക്കറ്റുകളാവാം. ഓരോ ബാസ്ക്കറ്റിലും നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സ്റ്റോക്കുകൾ ആഡ് ചെയ്യാം. ആ സ്റ്റോക്കുകളാണ് ആ പറഞ്ഞിട്ടുള്ള ദിവസത്തിൻ്റെ ആ പറഞ്ഞിട്ടുള്ള സമയത്ത് എക്സിക്യൂട്ടായി നമ്മളുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് വരിക. നമ്മൾ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ മാർക്കറ്റ് റേറ്റിൽ എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടത് എന്നും കൂടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അത്രയും ക്വാണ്ടിറ്റിയാണ് നമ്മൾക്ക് ആ ദിവസം മേടിക്കപ്പെടുക. ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആസ്ക് റിവ്യൂയിങ് സർവീസിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്തോളൂ. നിങ്ങൾക്ക് സെറോദയിൽ അക്കൗണ്ട് എടുക്കാനായിട്ട് ഈ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാം. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. കൂട്ടുകാരുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യുക.